പള്ളിച്ചട്ടമ്പയ്ക്ക് അത് ഡിജോയ്ക്ക് ഞാൻ കുറച്ച് ഒരു മല്ലനെ പോലെ ഇരിക്കണം, കുറച്ച് ബൾക്കപ്പ് ചെയ്യണം, എന്നാൽ അയാൾ ആരോഗ്യമുള്ള ബൾക്കിംഗ് അപ്പ് ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ നല്ലപോലെ ഭക്ഷണം കഴിച്ചു, നല്ലപോലെ വർക്കൗട്ടും ചെയ്തു. അങ്ങനെ കാലറീസ് അങ്ങനെ കൗണ്ട് ചെയ്തില്ല, കാപ്സ് ഒന്നും ഭയങ്കരമായിട്ട് കട്ട് ചെയ്തില്ല. അങ്ങനെയാണ് ഞാൻ അത് ചെയ്തത്. പക്ഷേ എന്താ വെച്ചാൽ അത് കഴിഞ്ഞിട്ട് അടുത്ത സിനിമയിൽ വരുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവും ആവശ്യമില്ലാത്ത ഒരു ക്യാരക്ടറായിരിക്കും. അപ്പോൾ ഞാൻ കുറയ്ക്കും. എന്തെങ്കിലും സിനിമയ്ക്ക് ആവശ്യമാണ് അത് കുറയ്ക്കാൻ പറഞ്ഞൊന്നുമില്ല, നമ്മൾ ഈ ഫുഡിലേക്ക് കുറയ്ക്കാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും തോന്നിക്കാണും എന്തൊരു ഈസിയായ പ്രോസസ്സാണ് ഈ വണ്ണം കൂട്ടുക വണ്ണം കുറയ്ക്കുക എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഞാൻ സ്വയമായിട്ടൊന്ന് വണ്ണം കുറയ്ക്കാൻ നോക്കിയാൽ അത് കുറയുന്നുമില്ലെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നിക്കാണും. നിങ്ങൾക്ക് ഇതുപോലെ പെട്ടെന്ന് വണ്ണം കുറയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനൊരൊറ്റ റീസണേ ഉള്ളൂ. ടോവിനോ തോമസിന്റെ അത്രയും മസിൽ വോളിയവും മസിൽ മെമ്മറിയും നിങ്ങൾക്കില്ല. ടോവിനോ തോമസ് വർഷങ്ങളായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്. സോ അദ്ദേഹത്തിന് നല്ലൊരു മസിൽ വോളിയം അദ്ദേഹത്തിന്റെ ബോഡിയിലുണ്ട്. അതുപോലെ മസിൽ മെമ്മറി എന്നാൽ വർഷങ്ങളായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾ കുറച്ച് നാൾ വർക്കൗട്ട് നിർത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കുറച്ച് മസിൽ മാസ് നഷ്ടപ്പെടും. പക്ഷേ അദ്ദേഹം വീണ്ടും ജിമ്മിലേക്ക് വന്ന് തിരിച്ച് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ നഷ്ടപ്പെട്ട മസിൽസ് എല്ലാം വീണ്ടും റീഗെയിൻ ചെയ്ത് പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. ഇതുകൊണ്ടാണ് ടോവിനോ തോമസ് ചില സിനിമകളിൽ മെലിഞ്ഞും ചില സിനിമകളിൽ നല്ലപോലെ സൈസും വണ്ണം വെച്ചും ഇരിക്കുന്നത്. സോ ഇങ്ങനെ പെട്ടെന്ന് ട്രാൻസ്ഫോർമേഷൻ നടത്താൻ ഇദ്ദേഹത്തെ സഹായിക്കുന്നത് ഈ മസിൽ വോളിയവും മസിൽ മെമ്മറിയുമാണ്. അതുപോലെ മസിൽ വോളിയം കൂടുതലുള്ള ആളുകൾക്ക് മെറ്റബോളിസം നോർമൽ ആളുകളെക്കാൾ കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇവർ നോർമൽ ആളുകളെക്കാൾ കുറച്ച് ഫുഡ് കൂടുതൽ കഴിച്ചാലും പെട്ടെന്ന് വണ്ണം വെക്കില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ഫാറ്റ് അവരുടെ ബോഡിയിൽ കയറില്ല. മസിൽ വോളിയം കൂട്ടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? വർഷങ്ങൾ നിങ്ങൾ റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യേണ്ടി വരും. അങ്ങനെ നിങ്ങൾ റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്ത് നിങ്ങളുടെ മസിൽ വോളിയം ഹൈ ആക്കിയാൽ ഈ ടോവിനോ ചെയ്യുന്നത് പോലെ പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിക്ക് ട്രാൻസ്ഫോർമേഷൻ നടത്താൻ സാധിക്കും. ഡയറ്റിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ വരെ നിങ്ങളുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് വളരെ വലുതായിരിക്കും. മസിൽ വോളിയം കുറവുള്ള ആളുകൾ അല്ലെങ്കിൽ നോർമൽ ആളുകൾ വണ്ണം കുറയ്ക്കണമെങ്കിൽ നല്ലപോലെ ഡയറ്റ് നോക്കിയേ പറ്റത്തുള്ളൂ. ടോവിനോ തോമസ് മാത്രമല്ല, മിക്ക സെലിബ്രിറ്റീസിന്റെ പെട്ടെന്നുള്ള നാച്ചുറൽ ട്രാൻസ്ഫോർമേഷൻ എല്ലാം ഈ ഒരു പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്താണ്. സോ നിങ്ങളുടെ സംശയം മാറിയെന്ന് ഞാൻ കരുതുന്നു. See you next video.